ഹായ് ഫോക്സ്. ഞാൻ കണ്ടുവരുന്ന ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2022 മോഡൽ വർക്ക് ആവുമോ? 2022 മോഡൽ മാർക്കറ്റ് തുടങ്ങിയ കാലം തൊട്ട് വർക്ക് ആവും. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത്? എൻ്റെ മാക്സിമം സ്റ്റഡി അവർ ഞാൻ ഈ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തത് 600 മണിക്കൂറാണ്. ഓക്കെ, ഞാൻ ഈ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 8 വർഷത്തിന് മുകളിലായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഏതൊക്കെ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുന്നു, ഗോൾഡ് ആവട്ടെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, UK ഇൻഡസീസ്, നമ്മുടെ ജർമ്മൻ ഇൻഡസീസ്, നമ്മുടെ അമേരിക്കൻ ഇൻഡസീസ്, ഇന്ത്യൻ ഇൻഡസീസ്, ഫോറക്സ്, ക്രിപ്റ്റോ, എവിടാണേലും 2022 മോഡൽ വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്? നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രൈസ് സ്വിംഗ് വന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, നിങ്ങൾ എന്നിട്ട് അവിടെ ഒരു ബ്രേക്കർ ഫോം ആവുന്ന കണ്ടാൽ നിങ്ങൾ അവിടെ എൻട്രി എടുക്കുന്നു, അത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. എന്തുകൊണ്ടാ? നിങ്ങൾ അതിന്റെ ഒരു വളരെ ബിഗ് പിക്ചർ കാണുന്നില്ല. എന്താണ് ബിഗ് പിക്ചേഴ്സ്? ഞാൻ നിങ്ങളുടെ ഫോളോയിങ്ങിൽ നിങ്ങൾക്ക് ഇത്രയും നാളെ ഞാൻ വീഡിയോസിലിട്ട് പറഞ്ഞിരുന്നു 2022 മോഡൽ ഒരു സ്വിംഗ് പോയിന്റ് റിവേഴ്സൽ ആണ്. നിങ്ങൾ അത് കേട്ടിട്ടില്ല? ഇപ്പം കേട്ടോ. നിങ്ങൾ ഒരു സ്വിംഗ് പോയിന്റ് റിവേഴ്സൽ ആണ് 2022 മോഡൽ. ഒരു സ്വിംഗ് പോയിന്റിൽ വെച്ചിട്ടുള്ള റിവേഴ്സൽ ട്രേഡിംഗ് ആണ് 2022 മോഡൽ. ഒരു സ്വിംഗ് പോയിന്റ് ഫോം ആവാത്ത സിനാരിയോയിൽ നിങ്ങൾക്ക് 2022 മോഡൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ഓഫ് റോഡ് ഓടിക്കണമെങ്കിൽ ഓഫ് റോഡ് വണ്ടികൾ തന്നെ വേണം. അല്ല നിങ്ങളുടെ നോർമൽ കാറുകൾ കൊണ്ട് നിങ്ങൾക്ക് ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് റോഡ് ബൈക്കിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് റോഡ് ബൈക്സിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചില വേരിയബിൾസോ ചില പാറ്റേൺസോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ പുറകിൽ ഒരു നാരേറ്റീവും ലോജിക്കും ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ഒരു എൻഡിങ് സീരീസ്, മാർക്കറ്റ് മൂവ് ആവുന്നത് ഒബ്വിയസ്ലി മാർക്കറ്റ് മേക്കർ മോഡലിന്റെ രീതിയിലാണ്. മാർക്കറ്റ് മേക്കർ മോഡലിന്റെ ഒരു സെൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബൈ പ്രോഗ്രാം അവസാനിക്കുന്ന ഒരു സ്വിംഗ് പോയിന്റിലാണ്. ഒരു സ്വിംഗ് പോയിന്റിലുണ്ടായിരുന്ന ഒരു റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ആൽഗോരിതമിക് സിഗ്നേച്ചർ ആണ് 2022 മോഡൽ. ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് 2022 മോഡലിന്റെ ആക്ച്വൽ വർക്കിംഗ്. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ SMT ആവട്ടെ, മാക്രോ ടൈമിങ്സ് ആവട്ടെ, നമ്മുടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ആഡ് ചെയ്യേണ്ട ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് 2022 മോഡൽ. നിങ്ങളുടെ ഫുൾ ട്രേഡിങ് ഇങ്ങനത്തെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും ബ്രേക്കറും കണ്ടിട്ട് നിങ്ങൾ എൻട്രി എടുക്കാൻ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ മോഡലിനെ തെറ്റായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പം എന്റെ വീഡിയോസ് കൊണ്ട് കുറച്ചുകൂടെ റിഫൈൻ ആയി കാണും. ലൈക്ക് ഇവിടെ ഒരു പോയിന്റിൽ ഒരു ഗ്യാപ്പ് വന്നു, അതേപോലെ ഈ ഒരു പോയിന്റിൽ ഒരു ഗ്യാപ്പ് വന്നു, അപ്പൊ നിങ്ങൾക്ക് ഇതൊരു കൺഫർമേഷൻ മോഡലാണെന്ന് വിചാരിക്കാം. നോ, നിങ്ങൾക്ക് ഇതിനു മുമ്പേ നോക്കേണ്ട ഒരുപാട് വേരിയബിൾസ് ഞാൻ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ മിസ് ചെയ്യാതെ വാച്ച് ചെയ്യുക, എൻ്റെ വരെ വാച്ച് ചെയ്യുക, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് വാച്ച് ചെയ്യുക, നിങ്ങൾ നോട്ട്സ് എടുക്കുക. സോ ഞാൻ ഇവിടെ മേളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടോ, ഇത് പ്യുവർലി കോയിൻസിഡന്റൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതാണ് നമ്മുടെ ഹോൾ മാർക്കറ്റിന്റെ വർക്കിംഗ്. ഇങ്ങനെയാണ് നമ്മുടെ ഹോൾ ലോകം തന്നെ വർക്ക് ചെയ്യുന്നത്. 369. നിങ്ങൾക്ക് അത് കൂടുതൽ റിസർച്ച് ചെയ്യാം. നിങ്ങളുടെ ഓരോ സ്വിംഗ് പോയിന്റ്സും, നിങ്ങളുടെ ഓരോ മാർക്കറ്റ് റിവേഴ്സൽ ടേണിങ്ങിന്റെ ടൈമും ഡേറ്റും ഇയറും എല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാക്ട് വാല്യൂയിലേക്ക് എത്താൻ പറ്റും. 369 ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് ഇസ് ഫ്രീ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആർക്കാണേലും. സോ 2022 മോഡൽ ഒരു സ്വിംഗ് പോയിന്റിന്റെ റിവേഴ്സലാണ്. നിങ്ങൾക്ക് സ്വിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാമോ? ഒരു സ്വിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഈ സ്വിംഗ് പോയിന്റ് എന്താണെന്ന് അറിയാത്ത ഒരു 2022 മോഡലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അതിന്റെ വിൻ പെർസെന്റേജ് എന്താണെന്ന്. എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര കോൺഫിഡന്റോടെ 2022 മോഡലിനെ പറ്റി പറയാൻ പറ്റുന്നത്? ഞാൻ ഈ മാർക്കറ്റിൽ 600+ മണിക്കൂർ ഞാൻ പഠിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 8+ ഇയറിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കാണുന്ന ടൈമിലുണ്ട്, ഞാൻ മാർക്കറ്റിൽ കയറുമ്പോൾ തൊട്ട് ഞാൻ ഈ മോഡൽ വർക്ക് ആവുന്ന കാണുന്നുണ്ട്. സ്പെസിഫിക് ടൈംസിൽ ഞാൻ ഡെയിലി ട്രേഡ് എടുക്കാറുണ്ട് 2022 മോഡലിന്റെ ബേസിൽ. ഓക്കെ, ഞാൻ ഡെയിലി ട്രേഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഞാൻ ട്രേഡ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതുമാണ്. നിങ്ങൾ കാണാറുണ്ട് കുറെ ഇമ്പൾസീവ് മൂവ്സ്. ആ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് 2022 മോഡലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഡിസ്പ്ലേസ്മെന്റ് ഫോം ആവുന്നതിന് മുമ്പേ ട്രേഡ് എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇമ്പൾസീവ് മൂവ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഇമ്പൾസീവ് മൂവിലാണ് നമുക്ക് ബ്രേക്കർ ഫോം ആവുന്നത്. സോ 2022 മോഡൽ സ്റ്റിൽ വർക്കിംഗ് ആണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു ചെറിയൊരു പിക്ചറിന്റെ ബേസിൽ മാത്രം 2022 മോഡൽ ട്രേഡ് ചെയ്യുന്നതെന്നാൽ നിങ്ങൾക്ക് അത് വളരെ വലിയ ലോസ് ആണ്. കാരണം 2022 മോഡൽ ഒരു പാറ്റേൺ അല്ല. 2022 മോഡൽ എന്ന് പറയുന്നത് ഒരു ലോജിക്കാണ്. ആ ഒരു ലോജിക്കിന്റെ പുറകെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് മാപ്പ് ഔട്ട് ചെയ്യുക ഒരു ഡെയിലി ലിക്വിഡിറ്റി പോയിന്റ്. ഓക്കെ, നിങ്ങൾ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഈ ബയാസ് കണ്ടുപിടിക്കേണ്ട എങ്ങനെ. അത് ബയാസിന്റെ വീഡിയോ ഞാൻ റിലീസ് ചെയ്യാം. ബയാസ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഒരു റിതം, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു പെയർ, ഇപ്പൊ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിന്റെ ഒരു റിതം മനസ്സിലാവുമ്പോഴാണ് നിങ്ങൾക്ക് ബയാസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. ബയാസിന്റെ വീഡിയോ ഞാൻ
ടെക്നിക്കലി നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മോസ്റ്റ്ലി ട്രേഡ് ചെയ്യുന്ന ഗോൾഡും അതേപോലെ എനിക്ക് വന്നിരിക്കുന്ന വേറൊരു പക്ഷേ വളരെ ചുരുക്കം പേരെ ഫോറക്സ് ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് മെസ്സേജ് വരുന്ന എല്ലാവരും ഗോൾഡിലാണ്. പിന്നെ കുറച്ച് പേര് ഫ്യൂച്ചേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യണം, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകളാണ് എനിക്ക് കാണാറുള്ളത്. നിങ്ങളെല്ലാം ഞാൻ അഡ്രസ് ചെയ്യാം ബയാസിന്റെ വീഡിയോയിൽ. ഞാൻ നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് മാപ്പ് ഔട്ട് ചെയ്യുക. നിങ്ങളിപ്പോ ഒരു ട്യൂസ്ഡേ ഹൈ അല്ലെ മൺഡേ ഹൈ എപ്പോഴാണ് ഒരു ഡെയിലി ഹൈ അല്ലെങ്കിൽ ലോ സ്വീപ്പ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ആ ഡെയിലി ഹൈ അല്ലെ സ്വീപ്പ് ചെയ്യുന്നത് ഏത് സെഷനിലാണെന്ന് മാർക്ക് ഔട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ നോക്കുക. നിങ്ങളിങ്ങനെ നിങ്ങളിപ്പോ മോസ്റ്റ്ലി വിചാരിക്കുന്നത് ഓക്കെ ഫൈൻ, ഞാൻ വിചാരിക്കുന്ന കണക്ക് മാർക്കറ്റ്സ് പോകുന്നുണ്ട്, പക്ഷെ ഞാൻ എൻട്രി ചെയ്യുന്ന എനിക്ക് സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. എനിക്ക് അങ്ങോട്ട് അധികം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഞാൻ വിചാരിച്ച ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട്. അത് നിങ്ങളുടെ ടൈമിങ് തെറ്റാവുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾ മാർക്ക് ഔട്ട് ചെയ്യേണ്ട കാര്യം, ഇപ്പം മൺഡേ ഹൈ അല്ലെങ്കിൽ ട്യൂസ്ഡേ ഹൈ ഒരു ഡെയിലി ഹൈ അല്ലെങ്കിൽ ലോ എപ്പോഴാണ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നത് നോക്കുക. ആ ഒരു സ്വീപ്പിങ് നിങ്ങൾക്ക് തിരിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഹൈ അല്ലെങ്കിൽ ലോ സ്വീപ്പ് ചെയ്ത് കഴിയുമ്പം അവിടെ എന്താണ് ശരിക്കും നടക്കുന്നത് അത് നിങ്ങൾ ഒരു പെയറിൽ നോക്കിയാൽ പോലും. ഇതൊരു വളരെ വലിയ ഫ്രെയിം വർക്കാണ് നമ്മുടെ 2022 മോഡൽ എന്ന് പറഞ്ഞാൽ. അതൊരു ചെറിയൊരു കുഞ്ഞൊരു പീസ് ഓഫ് ദ പൈ ആണ് നിങ്ങളുടെ മുമ്പിൽ ഡെലിവറി ചെയ്യുന്ന 2022 മോഡലിന്റെ രീതിയിൽ. പക്ഷെ നിങ്ങൾ ബാക്കിയുള്ള വേരിയബിൾസ് കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലോസസ് വരുന്നത്. സോ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പ്രൈസ് സ്വിംഗ് ആണ്. ഓക്കെ, ഇതൊരു മൺഡേ പ്രൈസ് ആക്ഷൻ എന്ന് വെച്ചോ. ആ മൺഡേക്ക് ഒരു ഹൈ ഉണ്ട്, ആ മൺഡേ ഹൈ മാർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ആ മൺഡേ ഹൈ നമ്മൾ എടുക്കുന്നുണ്ടോ? മേ ബി വെനസ്ഡേ ആയിരിക്കും ആ മൺഡേ ഹൈ എടുക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് വെക്കാം. ട്യൂസ്ഡേ ന്യൂയോർക്ക് സെഷനിൽ ആ മൺഡേ ഹൈ എടുത്തു. ഓക്കെ ഫൈൻ, ആ ട്യൂസ്ഡേ ഹൈ എടുത്തപ്പോൾ എനിക്കുണ്ടായ അവിടുത്തെ റിയാക്ഷൻ എന്താണ്? നിങ്ങൾക്ക് എന്തൊക്കെ അവിടെ റിയാക്ഷൻ നടക്കാം? നിങ്ങൾക്ക് അവിടെ ഒരു സ്മാർട്ട് മണി റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. മൺഡേ ഹൈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു, നിങ്ങളുടെ ബയാസ് ഓക്കെ ആയിരുന്നു, അവിടെ നമ്മൾ ബെയറിഷ് ആണോ? നമുക്ക് ബെയറിഷ് ആണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ഈ ഒരു മൺഡേ ഹൈ ഫോം ആയ സിനാരിയോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൺഡേ ലോയിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു SMR സ്മാർട്ട് മണി റിവേഴ്സൽ ഫോം ആയോ? ആ ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ ഈ ടൈം ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഒരു സെഷൻ ആണോ, കിൽ സോൺ ആണോ? നോ, ടൈം ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ടൈം ആണ്. ആ ഒരു സ്പെസിഫിക് ടൈം ആഡ്സ് അപ് ടു ഒരു നമ്പർ 369. ഓക്കെ, സോ ആ ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടാറുണ്ടോ? നമ്മളെ ബയാസസ് ഫോം ചെയ്ത് എങ്ങനെയാണ്? ബയാസസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇന്റേണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ചിന്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്ലി ഹൈ അല്ലെങ്കിൽ ഡെയിലി ഹൈ. നിങ്ങളപ്പം സെഷൻ ഹൈസും ചുമ്മാ കാണുന്ന ഒരു ലോയോ ഹൈയോ ചുമ്മാ ലൈക്ക് അങ്ങനത്തെ ഒരു ഹൈയും ലോയും എക്സ്പെക്ട് ചെയ്താ ബിഗിനേഴ്സ് ആണെങ്കിൽ ഡെയിലി ഹൈസും വീക്ക്ലി ഹൈസും മാത്രം വർക്ക്ഔട്ട് ചെയ്യും. ഇപ്പം ഡെയിലി ഫ്രെയിം എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡെയിലി ടൈം ഫ്രെയിം എടുക്കുവാണെങ്കിൽ ഈ ഒരു ചെറിയ ടൈം ഫ്രെയിം നോക്കുവാണ്. ഇതിപ്പോ ഏതാ ദിവസം? തേഴ്സ്ഡേ. നിങ്ങൾ മാർക്കറ്റിൽ വരിക, ഈ ഒരു തേഴ്സ്ഡേ മാർക്ക് ചെയ്യുക, അതേ കണക്ക് തേഴ്സ്ഡേ ഹൈ മാർക്ക് ചെയ്യുക. നോക്കുക ഫ്രൈഡേ എവിടാണ് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫ്രൈഡേ നമുക്കൊരു ഇൻസൈഡ് ഡേ ആയിരുന്നു. ഓക്കെ ഫൈൻ, നമ്മളെ മൺഡേ ഓപ്പൺ ചെയ്യാൻ നേരം നമുക്ക് ഫ്രൈഡേ മാർക്ക് ചെയ്യാം, ഫ്രൈഡേയുടെ ഹൈ ലോയും മാർക്ക് ചെയ്യാം. ഏത് ഹൈ ലോയാണ് എടുക്കാൻ പോകുന്ന നോക്കുക. ലൈക്ക് ഇതെനിക്കിവിടെ പറയാനുള്ള ഒരു പോയിന്റ് വെച്ചാൽ ഇതൊരു ഈക്വൽ ഹൈയും ഈക്വൽ ലോയും ഫോം ആയിരിക്കുന്നത്. സോ ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ഫോം ആകുമ്പോൾ നമ്മൾ ആ രണ്ട് ലിക്വിഡിറ്റിയും പെർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ SMT ഫോം ആവാൻ ചാൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും. ഒരു മാർക്കറ്റ് ഫ്രൈഡേ ലോ എടുത്തിട്ട് റിവേഴ്സ് ആവാം, അടുത്ത മാർക്കറ്റ് നിങ്ങളെ കോറിലേറ്റഡ് മാർക്കറ്റ് രണ്ട് ലോയും എടുത്തിട്ട് റിവേഴ്സ് ആവാം. സോ ഇവിടെ ഒരു SMT ഫോം. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് കാര്യങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഒരു മാർക്കറ്റ് ഉറപ്പായിട്ടും ക്രാക്ക് ഉണ്ടായിരിക്കും ആ കോറിലേറ്റഡ് പെയറിൽ. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം ഉറപ്പായിട്ട് ഫോം ആവും ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റിൽ. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ എന്താണ്? നമ്മുടെ ലിക്വിഡിറ്റി. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു നമ്മുടേത്. സോ ഒരു സ്പെസിഫിക് ഡേയുടെ ഹൈ അല്ലെങ്കിൽ ഒരു വീക്കിന്റെ ഹൈ, നമ്മുടെ പ്രീവിയസ് വീക്കിന്റെ ഹൈ അല്ലെങ്കിൽ ഒരു ഡേയുടെ ഹൈ എടുക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. നിങ്ങളുടെ കോറിലേറ്റഡ് മാർക്കറ്റ് ആ ഒരു ഹൈ എടുത്തോ? നിങ്ങൾ ഇത്രയും വേരിയബിൾസ് നിങ്ങൾ നോക്കിയോ? ആ ഒരു കോറിലേറ്റഡ് മാർക്കറ്റ് ഹൈ എടുത്തോ? അതോ ഞാൻ കറന്റ് നോക്കുന്ന മാർക്കറ്റ് മാത്രമേ എന്റെ ഹൈ എടുത്തിട്ടുള്ളൂ? നിങ്ങളുടെ കോറിലേറ്റഡ് മാർക്കറ്റ് ആ ഹൈ എടുത്തിട്ടില്ല, ഒരു സ്പെസിഫിക് ഒരു പുതിയ അവർലി ക്യാൻഡിൽ ഓപ്പൺ ആവാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പുതിയ 4 hour ക്യാൻഡിൽ ഓപ്പൺ ആവാൻ പോവാണ്. ഓക്കെ, ഇതൊരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഒരു പുതിയ 4 hour ക്യാൻഡിലോ ഒരു പുതിയ 1 hour ക്യാൻഡിലോ ഓപ്പൺ ആവാനും ക്ലോസ് ആവാനും പോകുന്ന ടൈമിലാണ് ഈ ഒരു സ്പെസിഫിക് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസിബിളി അവിടെ ഒരു റിവേഴ്സൽ കിട്ടാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ബാക്ക് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ ഒരു ഹൈ എടുത്ത് കഴിയുന്ന ഉടനെ നിങ്ങൾക്ക് ആ ഒരു ഹൈ എടുക്കുമ്പോൾ റിവേഴ്സൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവും. എന്തുകൊണ്ടാണ് അവിടെ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവേണ്ടത്? നിങ്ങൾക്ക് ഇവിടെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് അവിടെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവേണ്ടത്? അതൊരു ഇംബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആക്കാനാണ് അവിടെ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവേണ്ട കാര്യം. ഗെറ്റിംഗ് മൈ പോയിന്റ്? ഓക്കെ, ആ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ബാലൻസ് ചെയ്യാൻ പ്രൈസ് അവിടെ തിരിച്ചു വരുമോ? വരും. ഓക്കെ, നമുക്ക് ആ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പ്രീവിയസ്ലി ഉള്ള നമ്മുടെ കോറിലേറ്റഡ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോറിലേറ്റഡ് മാർക്കറ്റ് ആ ഒരു പ്രൈസ് സ്വിങ് എടുത്തില്ല എന്ന് വെച്ചാൽ ആ മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ട് കുറച്ചുകൂടെ റെഡി ആയിട്ട് നിൽക്കണം. ആ മാർക്കറ്റ് കുറച്ചുകൂടെ ഹെവിയാണ്, അതുകൊണ്ട് ആ മാർക്കറ്റ് ആ ഒരു പ്രൈസ് സ്വിങ് എടുത്തില്ല. സ്റ്റിൽ ആ മാർക്കറ്റിലും നമുക്കൊരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഫോർമേഷൻ കണ്ടിരിക്കണം. ഓക്കെ, ആ ഫോർമേഷൻ നമുക്ക് എന്താ പറയാ, ആ ഫോർമേഷനിൽ ആ ഇൻവേർഷൻ ഫെയർ വാല്യൂ, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതുവരെ ഇൻവേർഷൻ ആയിട്ടില്ല, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടും പ്രൈസ് അവിടെ തിരിച്ചെത്തണം. നിങ്ങൾക്ക് ഇപ്പോൾ പലപ്പോഴും എൻട്രീസ് മിസ്സാവുന്ന ഒരു സിനാരിയോസ് ഉണ്ട്. ഒരു സിനാരിയോയിൽ നടക്കാൻ പോകുന്നത് വെച്ചാൽ, ഈ മാർക്കറ്റ് ഇത് എടുത്തു, നമുക്ക് ആ ഒരു സെയിം ഇൻവേർഷൻ ഗ്യാപ്പ് ഇവിടെ ഫോം ആയി. അതിനുശേഷം മാർക്കറ്റ് അവിടെ ജസ്റ്റ് ആ ഒരു ഇൻവേർഷനി ടാപ്പ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു മാക്രോ വിൻഡോയിലാണെങ്കിൽ, ഞാൻ പറയുന്ന ഓരോ പോയിന്റ് ശ്രദ്ധിച്ചേക്കണം, അതൊരു മാക്രോ വിൻഡോയിലാണെങ്കിൽ പ്രൈസ് ആ ഒരു ഇൻവേർഷൻ ഗ്യാപ്പിനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ട് ബാലൻസ് ചെയ്യും. അപ്പൊ അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക മാത്രമല്ല, അതൊരു വേറൊരു ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കും അവിടെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രൈസ് റേഞ്ച് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആയി. അപ്പൊ തിരിച്ചവിടെ പ്രൈസ് വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എൻട്രി നിങ്ങൾ ഓൾറെഡി ഫ്രെയിം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളുടെ എൻട്രി ഇവിടെ ആയിരിക്കണം. ഓക്കെ, 1:2 റിസ്ക് റിവാർഡ്, ബിക്കോസ് നിങ്ങളൊക്കെ ബിഗിനേഴ്സ് ആണ്. നിങ്ങളുടെ എൻട്രി ഫ്രെയിം ചെയ്യേണ്ടത് ഇവിടാണ്. സോ ഇവിടെ നിങ്ങളുടെ 2022 മോഡൽ ആണോ വർക്ക് ആയത്? 100% യെസ്. ഇതാണ് 2022 മോഡൽ. നിങ്ങൾക്ക് 2022 മോഡലിന്റെ പുറകിലുള്ള നാരറ്റീവ് മനസ്സിലാവുന്നോ? ഡെയിലി ലിക്വിഡിറ്റി എടുത്തു, ഒരു ഇംബാലൻസ് പ്രൈസ് റേഞ്ച് ഉണ്ടാക്കി, ആ ഒരു ഇംബാലൻസ് പ്രൈസ് റേഞ്ചിലേക്ക് തിരിച്ച് ബാലൻസ് ചെയ്തു. പ്രൈസ് എങ്ങോട്ടാണ് തിരിച്ച് പോകാൻ പോകുന്നത്? നമ്മുടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക്. 2022 മോഡൽ ഇൻ എ നട്ട്ഷെൽ. ഇതാണ് 2022 മോഡൽ. നിങ്ങൾക്ക് ഇവിടെ ബ്രേക്കർ ഫോം ആയോ? ഇല്ല. നിങ്ങളുടെ എൻട്രി എവിടെയായിരുന്നു? ഒരു ഇൻവേർഷൻ ഗ്യാപ്പിൽ. അപ്പം ഈ ഒരു ഇൻവേർഷന്റെ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് എന്താ പറയുക, ഇൻവേർഷന്റെ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങളുടെ എൻട്രി ഈ ഒരു ഗ്യാപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, നിങ്ങളുടെ ബാലൻസിങ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത്. നിങ്ങൾ തിരിച്ച് പ്രൈസ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ടാപ്പ് ചെയ്യുമെന്നോ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ എൻട്രി ആന്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കണം നിങ്ങളുടെ എൻട്രി വരേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ഞാൻ ബ്രേക്കർ ഫോം ആവുന്ന സിനാരിയോസ് പറഞ്ഞുതരാം. സോ നിങ്ങളുടെ ഒരു പെയറിൽ നിങ്ങളുടെ ഒരു പെയറിൽ നമ്മളെ ഇംബാലൻസിലേക്ക് അത് വന്നു. രണ്ടാമത്തെ പെയർ നമ്മൾ ഇംബാലൻസിലേക്ക് വന്നു. ഇവരുടെ നമ്മളുടെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ആ ഒരു പെയർ കുറച്ചുകൂടെ വീക്കർ ആയതുകൊണ്ട് അത് ആ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. അവിടെ ഈക്വൽ ഹൈസ് ആണ് ഫോം ആയത്. ആ ഒരു പെയറിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈക്വൽ ഹൈസ് ആണ് ഫോം ആയത്. നമ്മുടെ ലോവർ ടൈം ഫ്രെയിമിൽ ആ ഒരു ഇംബാലൻസിലേക്ക് പ്രൈസ് രണ്ടും ടാപ്പ് ചെയ്തു. ഓക്കെ, നമ്മുടെ സ്ട്രോങ്ങർ പെയർ തിരിച്ചൊരു പുൾ ബാക്ക് കൊണ്ടുവരും. എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് റിവേഴ്സൽ ആണെന്നും പറഞ്ഞിട്ട് ഷോർട്ട് സെല്ല് ചെയ്തവരെ ടേക്ക് ഔട്ട് ചെയ്യാൻ. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇത് റിവേഴ്സൽ ആണെന്നും പറഞ്ഞിട്ട് ഷോർട്ട് സെല്ല് ചെയ്തവരെ ടേക്ക് ഔട്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, കഴിഞ്ഞ ഇതില് ആ ഒരു ഇൻവേർഷൻ ഗ്യാപ്പിന്റെ ഇതില് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്തപ്പോൾ എന്തുകൊണ്ട് അത് ടേക്ക് ഔട്ട് ചെയ്തില്ല? കാരണം കഴിഞ്ഞ ഇതില് നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം നടന്നു. നമുക്ക് നമ്മുടെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇൻവേർഷൻ ഗ്യാപ്പിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ഒരു പുതിയ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആയി. ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും പ്രൈസ് തിരിച്ച് മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻ കേസ് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ പ്രൈസ് തിരിച്ചു പോയാലും ആ ഗ്യാപ്പിന്റെ മുകളിൽ തട്ടില്ല. തിരിച്ച് ആ ഗ്യാപ്പിൽ കിടന്ന് ലിങ്കർ ചെയ്ത് അതിന്റെ ലോവർ ക്വാഡ്രൻസിൽ കിടന്ന് ലിങ്കർ ചെയ്ത് മാക്രോ ടൈം ആവാൻ വെയിറ്റ് ചെയ്യും. ആ ഒരു മാക്രോ ടൈമിൽ പ്രൈസ് ഡെലിവർ ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ്, ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളിപ്പോൾ ബ്രേക്കർ ഫോർമേഷന്റെ ടൈമിൽ നമുക്കപ്പം ബ്രേക്കർ ഫോം ആവുന്ന സിനാരിയോസിൽ നമ്മുടെ പ്രൈസ് ഒരു വട്ടം ടാപ്പ് ചെയ്തു, കംപ്ലീറ്റ്ലി ആ ഒരു പ്രൈസ് റേഞ്ച് ബാലൻസ് ചെയ്തില്ല, പ്രൈസ് തിരിച്ചു പോയി, ഒരു ഇവിടെ ഷോർട്ട് സെല് ചെയ്തവരെ അവരെ ടേക്ക് ഔട്ട് ചെയ്തു, മാർക്കറ്റ് അടുത്ത ഡിസ്പ്ലേസ്മെന്റ് നടത്തുന്നു. ആ ഡിസ്പ്ലേസ്മെന്റിൽ നമുക്ക് പുതിയ ഗ്യാപ്പ് ഫോം ആവുന്നു. ആ ഗ്യാപ്പിന്റെ ഫോർമേഷനോട് കൂടി ഈ ഒരു പ്രൈസ് റേഞ്ച് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയിരിക്കുന്നു. ആ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ തിരിച്ച് പ്രൈസ് അവിടെ കിടന്ന് ലിങ്കർ ചെയ്യുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മാക്രോ ടൈം ആയിട്ടില്ല ഡെലിവറി ചെയ്യാനായിട്ട്. ആ ഒരു ലിങ്കറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്രോ ടൈമിങ്ങിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെലിവറി ചെയ്യും. നിങ്ങൾക്ക് ക്ലിയർ ആയ 2022 മോഡൽ, ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മോഡൽ എവർ പ്രസന്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇൻ ദ ഹിസ്റ്ററി ഓഫ് ട്രേഡിംഗ്. ഇതിലും ഈസി ആക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ട്രേഡിംഗ്. കാരണം 2022 മോഡൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്.
ഇതാണ് 2022 മോഡലിന്റെ അകത്ത് നടക്കുന്നത്. ഈ സെയിം ടൈമിൽ നിങ്ങൾക്ക് ഞാൻ കോൺസെപ്റ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ സെയിം ടൈമിൽ നിങ്ങളുടെ മറ്റേ പേരിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീക്കർ പേരിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വീക്കർ പെയർ ഒരു വട്ടം ആ ഒരു ഇംബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ടാപ്പ് ചെയ്തു, തിരിച്ചു പോയി ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തില്ല. നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ ഫെയിലായ സ്വിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു സ്വിംഗ് പോയിന്റിന്റെ താഴെ ഫോം ചെയ്തിട്ട് പിന്നെ ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ട് റീടാപ്പ് ചെയ്യില്ല, തിരിച്ച് മാർക്കറ്റ് ഡ്രോപ്പ് ആവും. ഇൻ കേസ് റീടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്രോ ടൈമിങ്ങിന്റെ പുറത്താണെങ്കിൽ മാത്രം പ്രൈസ് ചുമ്മാ ലിങ്കർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ കിടന്ന് റീടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഫോം ആയത് മിറ്റിഗേഷൻ ബ്ലോക്ക്, ഇവിടെ ഫോം ആയത് ബ്രേക്കർ ബ്ലോക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്ന ഹോൾ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം, അപ്പം ഇവിടെ മാനിപ്പുലേഷൻ ആയിരുന്നു ആ ലിക്വിഡിറ്റി എടുക്കാൻ പോയത്. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്കറിന്റെ ഫോർമേഷൻ കിട്ടി, ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ ഫേസ് എവിടെ? അക്യുമുലേഷൻ അതിന് മുമ്പ് നടന്നിട്ടുണ്ടായിരിക്കും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. എന്റെ മാർക്കറ്റ് മേക്കർ മോഡൽ മനസ്സിലായോ? ഞാൻ മാർക്കറ്റ് മേക്കർ മോഡലിനെ വളരെ ഡെപ്ത് ആയിട്ട് ഡൈസെക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് ആയി. ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ ഞാൻ ഇൻസൈഡ് ഔട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു മോഡൽ ഡൈസെക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നു. ഇതിലും ഡെപ്ത് ആയിട്ട് ഇതേപോലെ പറഞ്ഞാൽ ആർക്കും ഇല്ല. ബാലൻസ് പ്രൈസ് റേഞ്ചസിന്റെ ബിഗിനിങ് കോൺസെപ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ഹോൾ നിങ്ങളുടെ ബിഗിനേഴ്സ് ട്രേഡിങ്ങിന് നമുക്ക് ഹോൾ ആയിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ട്രേഡ് എൻ്റർ ചെയ്യാം? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഫോം ആയി കഴിഞ്ഞാൽ, ഒരു ഇത്രയും കണ്ടീഷൻസ് ഫേവറബിൾ ആയി കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു ഫസ്റ്റ് സ്വിംഗ് ഫോം ആവും. രണ്ടാമതും നമുക്ക് എൻട്രി കിട്ടും, കാരണം സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷനെയാണ് നിങ്ങൾ സിൽവർ ബുള്ളറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്കിപ്പം 9 AM to 10 AM ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ 3 AM to 4 AM ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പായിട്ടും കിട്ടും. അതേപോലെ 2 o'clock to 3 o'clock ആഫ്റ്റർനൂണിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ടൈമിങ്ങും തന്നു, റിവേഴ്സലും തന്നു, ഞാൻ 369ന്റെ ടോപ്പും ടച്ച് ചെയ്തു, അതേപോലെ ബാലൻസ് പ്രൈസ് റേഞ്ചസിന്റെ ടോപ്പും ടച്ച് ചെയ്തു. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.